ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രമുഖർ ഓരോന്നായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും പിണറായി സർക്കാരിൻ്റെ ഭാവി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. കാരണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു മാസം മുൻപ് പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം അയ്യപ്പൻ്റെ വിഗ്രഹം ആർക്ക് വിറ്റുവെന്നും ഏത് മുതലാളി അത് വാങ്ങിയത് എന്നതും. ആ സംഭവത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ജയകുമാർ IAS ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് എത്തുകയാണ്. സർക്കാരിൻ്റെ പ്രതിച്ഛായ അതുകൊണ്ട് വർദ്ധിക്കുമെന്ന് തോന്നുന്നത് ഇപ്പോൾ വെറും മിഥ്യാധാരണയാണ്. കാരണം 100 കള്ളങ്ങൾ നടത്തിയിട്ട് അതെല്ലാം കയ്യോടെ പൊക്കി എന്നായപ്പോൾ ഇപ്പോഴത്തെ ഒരു വെള്ളപൂശലിനായി ഒരു പ്രമുഖ IAS ഓഫീസറെ, അതും കളങ്കമൊന്നും വരുത്താത്ത ഒരു ഓഫീസറെ കൊണ്ടുവന്നാൽ തീരുന്നതാണോ ഈ പ്രശ്നം എന്നുള്ളതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജയകുമാർ IAS നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയായിരിക്കും. അദ്ദേഹം വളരെ ക്ലിയർ ആണെങ്കിലും അതിനു മുൻപ് അവിടെ ഇരുന്ന കസേരയിൽ ഇരുന്നവർ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾക്ക് കുറച്ചെങ്കിലും അദ്ദേഹവും ഉത്തരം പറയേണ്ടി വരും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാർ നേരെ തന്നെ അന്വേഷിച്ചാൽ ഇനിയും കുടുങ്ങാൻ പോകുന്നത് പ്രമുഖരാണ്. ഒരേ സമയത്ത് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന 2 പേരിൽ ഒരാൾ ബൈജു അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നാൽ CPMൻ്റെ സഹയാത്രികനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ മറ്റൊരു തിരുവാഭരണം കമ്മീഷണർ N. വാസു ഇപ്പോഴും പുറത്ത് വിലസി നടക്കുകയും ചെയ്യുന്നതിൽ അന്വേഷണ സംഘത്തിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും വന്നു തുടങ്ങിയിട്ടുണ്ട് വിശ്വാസികൾക്ക്. ഏതായാലും N. വാസു അകത്താകും എന്ന മാധ്യമ വാർത്തകളിൽ പറയുന്നത് പോലെ സംഭവിച്ചാൽ അടുത്തത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം 90% മോഷണവും നടന്നത് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. 2016 മുതൽ 2021 വരെ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി പിണറായി മന്ത്രിസഭയിൽ. എല്ലാ കള്ളത്തരങ്ങളും, സ്വർണം പൂശിയതും, ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചുകൊണ്ടുപോയി അതൊക്കെ വിറ്റു എന്ന തരത്തിലേക്ക് എത്തിയതുമൊക്കെ എല്ലാം ഈ ദേവസ്വം മന്ത്രിയുടെ കാലത്തായിരുന്നു. സ്പോൺസർഷിപ്പ് ചട്ടങ്ങൾ മറികടന്ന് കട്ടിളപ്പാളിയിൽ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് 2019 പോറ്റിയോട് ആവശ്യപ്പെട്ടത് കടകംപള്ളിക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. സാധാരണ രീതിയിൽ സ്പോൺസറാണ് ചെലവ് വഹിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ഇങ്ങോട്ട് കത്തയക്കുന്നത്. എന്നാൽ ഈ കട്ടിളപ്പാളി കേസിൽ സംഭവിച്ചത് ഇതിന് വിരുദ്ധമായാണ്. അത് പ്രമുഖരുടെ താല്പര്യപ്രകാരം സ്വർണ്ണ കൊള്ള നടത്തുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇങ്ങനെ നടത്തിയത് എന്നും പറയപ്പെടുന്നു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ 2019 ഫെബ്രുവരി 16 കമ്മീഷണർക്ക് നൽകിയ കത്തിൽ തന്നെ പറയുന്നത് ശ്രീകോവിലിന് സ്വർണം പൂശിയ പുതിയ വാതിൽ വരുന്നതിനാൽ കട്ടിള കൂടി സ്വർണം പൂശുന്നതിന് സ്പോൺസറോട് ചോദിച്ചുവെന്നും അവർ സമ്മതിച്ചു എന്നുമാണ്. പ്രാഥമിക ഗൂഢാലോചനയിൽ പോറ്റിയേക്കാൾ വലിയ പങ്ക് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ കരുവാക്കിയതാണ് എന്ന് പോറ്റി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും. അപ്പോൾ ആരാണ് ഈ കരുവാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ചത് N. വാസുവാണെന്നും അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട സുധീഷ് കുമാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതും ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ഇതിന് പിന്നാലെ മാർച്ച് 6-ാം തീയതി ദേവസ്വം കമ്മീഷണറുടെ കത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അങ്ങോട്ട് ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിലെ സ്വർണം എത്രയും പെട്ടെന്ന് കടത്താനും വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ മറച്ചു വിൽക്കാനുമൊക്കെ വേണ്ടിയുള്ളതാണ്. ഇതാണ് മുകളിൽ നിന്നും തീരുമാനിച്ചത്. ഇതെല്ലാം നടത്തിയത് പ്രമുഖരുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിൽ N. വാസുവിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പങ്കും വ്യക്തമായ സ്ഥിതിക്ക് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം. എന്നാൽ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ്റെ റോളും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ വ്യക്തമായി ആദ്യം തന്നെ പറഞ്ഞതാണ് ദ്വാരപാലക ശില്പങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും വലിയ മുതലാളിക്ക് അത് വിറ്റത് കടകംപള്ളിക്ക് അറിയാമെന്നുമുള്ളതാണ്. നിയമ നടപടിയൊക്കെ പോകും എന്ന് മാധ്യമങ്ങളോട് കടകംപള്ളി അന്ന് പറഞ്ഞുവെങ്കിലും മാസം 1 കഴിഞ്ഞിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
കാരണം അത് സത്യമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശബരിമല സ്വർണ്ണക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും അത് കടത്തിയതാണെന്നും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത്ര പെട്ടെന്ന് MLA സ്ഥാനമൊന്നും രാജിവെക്കേണ്ടതില്ല. പക്ഷെ ഇത് കേസ് വേറെയാണ്. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വൈകാരിക പ്രശ്നം കൂടിയാണ്. അങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഏത് MLA ആയാലും. അങ്ങനെ വന്നാൽ CPMൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളതാണ് ആലോചിക്കാൻ കഴിയാത്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയുള്ള അറസ്റ്റുകൾ പ്രമുഖരുടേതാകുമ്പോൾ അത് ശരിക്കും സർക്കാരിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണോ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്ന സംശയവും എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള ദിനങ്ങൾ, ഇനിയുള്ള അറസ്റ്റുകൾ അത് സർക്കാരിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് കൂടിയാണ്.